804 ഉറൂസ് മുബാറക്കാണ് ഇപ്പോൾ എവിടെ നടക്കുന്നത്? അജ്മീർ ഷെരീഫിൽ നടക്കുന്നത്. അജ്മീർ ഖാജ തങ്ങളുടെ 804 ഉറൂസ് മുബാറക്ക നടക്കുമ്പോൾ ഇന്ത്യ വർഗീയതയുടെ അപശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഗോമാംസം കഴിച്ചതിന്റെ പേരിൽ മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുന്നു. ഏതെല്ലാം വിധത്തിലുള്ള കോലാഹലങ്ങൾ കേൾക്കുകയാണ്. ആ സമയത്തും അജ്മീർ ഷെരീഫിലേക്ക് അങ്ങോട്ട് എന്നാൽ എല്ലാ ജാതി മതക്കാരും അവിടെ ഒത്തുകൂടുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാക്ഷാൽ ബിജെപിയുടെ നേതൃത്വം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാറാണ് ഈ പ്രാവശ്യം അജ്മീർ ഷെരീഫിലെ ഉറൂസ് മുബാറക്കിന് അവിടുത്തെ മക്കാമിലെ പുടവ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വകയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സമ്മാനം. നോക്ക് നിങ്ങൾ, ഏതെങ്കിലും സാധുക്കള് അതോടുകൂടെ അജ്മീറൊക്കെ ബിജെപി ആയി എന്ന് പറയുമോന്നറിയില്ല. എങ്ങനെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദും തങ്ങൾ പാപ്പിയൊക്കെ പ്രധാനമന്ത്രിനെ കാണാൻ പോയി വന്നപ്പോൾ കുറച്ചാളുകൾ പറഞ്ഞു കാന്തപുരം ബിജെപി ആയിട്ടുണ്ട്. യാ അല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബിജെപിന്റെ ലിസ്റ്റിൽ സൗദി രാജാവും ഉണ്ടാവും. കാരണം പ്രധാനമന്ത്രി മൂപ്പരെയും പോയി കണ്ടു. യാ റബ്ബ്, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അതൊക്കെ ഉച്ചക്ക് നല്ലോണം പ്രസംഗിച്ച് കുഴങ്ങി വരികയാണ്. കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് ബോർഡ് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ആസാമിലോ ഗുജറാത്തിലോ കാശ്മീരിലോ എവിടെയും ഇല്ലാത്ത വിധം കേരളത്തിൽ ഒരു വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡിന്റെ തൊഴിലെന്താണ്? വഖഫ് ആക്ട് പ്രകാരം എവിടെയും പരാമർശമില്ലാത്ത വിഷയങ്ങളിൽ കൈവെക്കുക. ഒരു പള്ളിയിൽ ജുമുഅ നിർത്തുന്നതും ജുമുഅ തുടങ്ങുന്നതും ജുമുഅയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം വഖഫ് ആക്ടിലോ വഖഫ് റൂൾസിലോ എവിടെയും ചർച്ചാ വിഷയമേ അല്ല. പക്ഷേ ഒരു പള്ളിയിൽ ജുമുഅ തുടങ്ങുമ്പോൾ വഖഫ് ബോർഡ് ഇടപെട്ട് അത് സ്റ്റേ ചെയ്യാം. ഖാളി നിയമനമോ ഖാളിയെ നീക്കം ചെയ്യലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം വഖഫ് ആക്ടിൽ എവിടെയും ഇല്ല. പക്ഷേ പൊയ്യത്തുവയിൽ ഖാളിയുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സ്റ്റേ ചെയ്തിരിക്കുന്നത് വഖഫ് ബോർഡാണ്. അതെല്ലാം കേരളത്തിലെ വഖഫ് ബോർഡിന്റെ പ്രത്യേകതയാണ്. ഈ വഖഫ് ബോർഡ് മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തിന് സ്ഥാപിതമായതാ? മുസ്ലിം വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക, സംരക്ഷണത്തിന് മേൽനോട്ടം വഹിക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞു തീർക്കുക, അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വഖഫുകളെ സംരക്ഷിക്കുക. ഇതാണ് ചുമതല. പക്ഷേ കേരളത്തിന്റെ വഖഫ് ബോർഡ് ഏതാനും ചില കുബുദ്ധികളുടെ കരങ്ങളിൽ അത് നിൽക്കുന്നതുകൊണ്ട്, വഹാബിസത്തിന്റെ ആളുകൾ വിളയാട്ടം നടത്തുന്നതുകൊണ്ട് നാട്ടിലുടനീളം നിങ്ങൾക്കറിയോ കേരളത്തിൽ 500-ലധികം പള്ളി മദ്രസകളാണ് വഖഫ് ബോർഡിന്റെ കാരണത്താൽ പൂട്ടിക്കിടക്കുകയോ പ്രവർത്തനം നിശ്ചലമാവുകയോ റിസീവറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണം നടത്തുകയോ നാട്ടുകാർ മുഴുവനും വിഷമിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുള്ളത്. ഇത്രയുമായപ്പോഴാണ് നമ്മൾ വഖഫ് ബോർഡിന്റെ തെറ്റായ കാര്യങ്ങളെ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെയും നിയമപാലകരുടെയും ഒക്കെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ന് മലപ്പുറത്ത് വലിയ ജനാവലി 10,000 ആളുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു റാലിയും പ്രസംഗവും ഒക്കെ നടന്നു. അത് കൃത്യം 11 മണി മുതൽ 1 മണി വരെയായിരുന്നു. അപ്പൊ അതില് ജാഥയിലെ നടത്തം പിന്നെ ഒരു പ്രസംഗവും കൂടി കഴിഞ്ഞപ്പോഴേക്ക് അതാണ് സൗണ്ടൊക്കെ എങ്ങനെയായി. അല്ലാഹു ആഫിയത്ത് എല്ലാവർക്കും പെരുമാറാവും.